ബിഗ് ബോസ് ഹൗസിൽ നിന്നാലും രണ്ടാൾക്കാരാണ് എന്നാലും വിചാരിച്ചിരുന്നാലും പുറത്തു പോയിരിക്കുന്നത് വേറെ ആരുമില്ല. ഈ പറയുന്ന വേദലക്ഷ്മിയും മസ്താനിയുമാണ്. ഇവർ രണ്ടുപേരും നമുക്കറിയില്ല, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ വ്യാപ്തിയും എല്ലാം ഭയങ്കര വലുതാണ്. കാര്യം ഇവരെപ്പോഴും ഈ പേഴ്സണൽ ലൈഫിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെപ്പോലും ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും എടുത്ത് ഇടാറുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ഒളിയിൽ സാബുവിന്റെ ആണെങ്കിലും ഇല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുധിയുമായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന മരിച്ചുപോയ സുധി എന്ന് പറയുന്ന ഒരു ഫാക്ടറൊക്കെ എടുത്തിട്ടാണ് ഈ പറയുന്ന അവിടുത്തെ മത്സരാർത്ഥികൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ മാനസികമായി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതുമല്ല. ഈ പറയുന്ന പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമിനകത്ത് അവിടെയുള്ള കുറച്ച് മുഹൂർത്തങ്ങളെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അവിടെയുള്ള അവരൊരു ഗെയിമിനെതിരെയാണ് അല്ലെങ്കിൽ അതിനെയാണ് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലാതെ ഇവര് പേഴ്സണൽ ലൈഫിനെ എടുത്തിട്ടല്ല ഒരിക്കലും ഇവർ ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. സോ ഇന്നലെ ലാലേട്ടൻ വരെ പറഞ്ഞ ഒരു കാര്യമല്ലോ, ഈ പറയുന്ന വേദലക്ഷ്മി പറയുന്ന ആദില നൂറക്കെതിരെ സംസാരിച്ച കാര്യങ്ങളാണെങ്കിലും എല്ലാം അവരെ ഒരു പേഴ്സണൽ ലൈഫിലും അവരുടെ റിലേഷനെ കുറിച്ചും എല്ലാം ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ താഴ്ത്തിക്കിടുന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അല്ലാതെ അവിടെ ഒരു ഗെയിമോ അല്ലെങ്കിൽ അവർ ഗെയിമർ എന്നുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. അവരുടെ റിലേഷൻസും അല്ലെങ്കിൽ അവർ ആരെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പല പല കാര്യങ്ങളാണ് ഇവരെന്തായാലും എടുത്തിരുന്നത്. ഉറപ്പായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ ഡിസ്കഷൻ ആവും പുറത്ത് എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന വേദലക്ഷ്മിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്മിക്കായാലും നല്ല രീതിയിൽ തന്നെ അറിയാം. അതായത് ഇത്തരത്തിലുള്ള ടോപ്പിക്ക് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പുറത്തുനിന്ന് കത്തും, നല്ല രീതിയിൽ ഡിസ്കഷൻ ആവും, നല്ല രീതിയിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ആണ്. അതായത് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും തനിക്കൊരു ലൈഫ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഒരു എത്രത്തോളം ഈ ഒരു മൊമെന്റിലേക്ക് ചിന്തിക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിനകത്ത് ഒരു സംശയമാണെന്ന് തോന്നാറുണ്ട്. കാര്യം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പറയുന്ന രണ്ട് ചിന്താഗതി, ഈ പറയുന്ന ലക്ഷ്മിക്കാണെങ്കിൽ പോലും ഇപ്പൊ അതിന്റെ ഒരു ഫാൻ ബേസ് ഉണ്ടെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാര്യം ഇത്തരത്തിലുള്ളൊരു കാര്യം, അതായത് ഈ പറയുന്ന LGBT കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിക്കുമ്പോൾ പോലും അത്തരത്തിൽ അവർ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഉറപ്പായിട്ടും പുറത്തുണ്ടല്ലോ. അതായത് ഈ പറയുന്ന ലോകത്തിൽ ലക്ഷ്മി മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് ഈക്വാലിറ്റി വേണ്ട അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാണുന്നത് ഈ പറയുന്ന ലക്ഷ്മി മാത്രമല്ല, അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള ഒരു വലിയ ശതമാനം ആൾക്കാർ ഈ പറയുന്ന ലക്ഷ്മിയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു സപ്പോർട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും എല്ലാം ഈ പറയുന്ന ലക്ഷ്മി ഈ പറയുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്ന സമയമൊക്കെ ഈ പറയുന്ന അതിലേക്കും ന്യൂറോക്കും എതിരെയൊക്കെ സംസാരിക്കുന്ന ഒരു പല രീതിയിലുള്ള റീൽസ് ഇറങ്ങിയിരുന്നു. അതിലെ കമന്റ് ബോക്സ് നമുക്ക് നോക്കിയല്ലോ, ഈ പറയുന്ന ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഈ പറയുന്ന ഗെയിമർ എന്നുള്ള രീതിയിൽ ഇതുവരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഈ ഒരു സ്റ്റാൻഡ് വന്നപ്പോഴത്തേക്കും ലക്ഷ്മി തീയായി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് വളരെയധികം ലക്ഷ്മിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഒരുപാട് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഉറപ്പായിട്ടും ഈ ഒരു ചിന്താഗതിയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ഒരു ഹീറോ ആയി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന ലക്ഷ്മിക്ക് എന്തായാലും ആ രീതിയിൽ സാധിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്തേക്ക് ലക്ഷ്മിയുടെ ഗ്രാഫ് ഭയങ്കര താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയിരിക്കുന്ന ലക്ഷ്മി ആയിക്കോട്ടെ മസ്താനി ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും നമുക്കറിയാം ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. എന്തെങ്കിലും ഒരു ചെറിയ സാധനം കിട്ടിയാൽ പോലും അതിൽ കയറി അടിക്കുക അല്ലെങ്കിൽ അതിലൂടെ നല്ല രീതിയിലൊരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന രണ്ടുപേര്. സോ അപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും ഈ ആഴ്ച എന്തായാലും പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ അത്തരത്തിലുള്ള ന്യൂസുകളാണ് ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ചാനൽ നോക്കിയല്ലോ, നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ശരിയായിട്ടുള്ളത് തന്നെയാണ്. കാര്യം ഇത്തരത്തിൽ സ്പ്രെഡ് ആവുന്ന കാര്യങ്ങളെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ തയ്യാറാക്കാറുള്ളത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ആയിക്കോട്ടെ അല്ലെങ്കിൽ മസ്താൻ ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും പുറത്തു പോയി എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന മസ്താന്റെ കാര്യം ഒരു പരിധിവരെ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ലക്ഷ്മിയുടെ കാര്യം അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പോലത്തെ ഇറിറ്റേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൂടുതൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നിലനിർത്താൻ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ശ്രമിക്കുള്ളൂ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അതെല്ലാ സീസണിലും നമ്മൾ കാണാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതുപോലത്തെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഒരാൾ, അതായത് കാണുന്ന ഓഡിയൻസിനെ ഇറിറ്റേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരാൾ ഈ പറയുന്ന ഷോയിലുള്ള സമയത്താണ് ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിനും ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കും അല്ലെങ്കിൽ ഇവരെ താഴത്തോട്ട് കൊണ്ടുവരും അല്ലെങ്കിൽ ഇവരെ പുറത്താക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഡൻസി ഞാനങ്ങളൊക്കെ പറയുന്ന ഓഡിയൻസിന് ഉള്ളിൽ നിന്ന് ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. സോ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ വ്യൂഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ ഗ്രാഫ് കുറച്ചും കൂടി ഇങ്ങനെ ഇത്തരത്തിൽ മുകളിലേക്ക് അല്ലെങ്കിൽ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിനകത്തേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലക്ഷ്മി എന്തായാലും പുറത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യത്തിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന മസ്താനി പുറത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യം ഒരു പരിധി ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇനിയും ലക്ഷ്മി ഒരുപാട് നാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മുന്നേറാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ?